ഇപ്പോൾ മേഘ കൂടി ചേരുന്നു. മേഘ, കോഴിക്കോട് ജില്ലയിലെ സാഹചര്യം എങ്ങനെയാണ്? മഴ ഇപ്പോഴും തുടരുകയാണോ? ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ മലയോര ഗ്രാമീണ മേഖലകളിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരമേഖലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നുവെങ്കിലും അല്പം മുമ്പ് നല്ലൊരു മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വ്യാപകമായ കൃഷിനാശം മലയോര മേഖലകളിൽ പലയിടത്തും ഉണ്ട്. കാരശ്ശേരിയിൽ 300-ലധികം വാഴകൾ, ഒരു കർഷകന്റെ 300-ലധികം വാഴകൾ നിലംപൊത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം വലിയ കൃഷിനാശം തന്നെയാണ് കാരശ്ശേരിയിലെ കർഷകനായ സുബിന് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പലയിടത്തും പല തരത്തിൽ കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെയും ജില്ലയിൽ നിന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില ഇടങ്ങളിൽ മരം കടപുഴകി വീണ സാഹചര്യമുണ്ട്. അത് ഇന്നലെ രാത്രിയായിരുന്നു. ഇന്ന് രാവിലത്തേക്ക് നേരിയ ശമനം മഴയ്ക്കുണ്ട് എന്നത് ആശ്വാസം നൽകുന്നു. പക്ഷേ ഈ മുൻകാലങ്ങളിലെ ചരിത്രമൊക്കെ തന്നെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള മുൻകരുതൽ നടപടികളും നിലവിൽ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ജില്ലാ കലക്ടർ സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം കോഴിക്കോട് ജില്ലയിലെ വിളിച്ചു ചേർത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമുണ്ടെങ്കിൽ സൈനികരെ കൂടി ലഭ്യമാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നലെ ഒരു യോഗം വിളിച്ചു ചേർത്തത്. ഏത് പ്രദേശത്തും അടിയന്തര ഘട്ടം ഉണ്ടായാൽ സൈനികർ എത്തുന്ന രീതിയിലേക്ക് പ്രവർത്തനം ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഒരു കോർ കമ്മിറ്റി ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ സൈനികരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോർ കമ്മിറ്റിക്കാണ് നിലവിൽ രൂപം നൽകിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള മുൻകരുതൽ നടപടികളും നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടൊന്നും തന്നെ ഇതുവരെ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ജലാശയങ്ങൾ, ബീച്ച്, അവിടേക്കുള്ള യാത്ര നിലവിൽ നിരോധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മലയോര മേഖലകളിലാണ് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത്. രാത്രി 7 മുതൽ രാവിലെ 7 വരെ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ഈ മലയോര മേഖലയിലുള്ള യാത്ര ഒഴിവാക്കണം എന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നു. അതുപോലെ ഏറ്റവും നിരോധനം ഏർപ്പെടുത്തിയ ഒരു കാര്യം എന്നത് ക്വാറിയുടെ പ്രവർത്തനം, കിണർ നിർമ്മാണം, മണ്ണെടുപ്പ്, ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെയും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിലവിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ജാഗ്രതയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ല ഉള്ളത്. ഇന്നലെ രാത്രി വലിയ കാറ്റ് ആഞ്ഞു വീശിയ സാഹചര്യം പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലത്തേക്ക് നേരിയൊരു ശമനം മഴയ്ക്കുണ്ട്. ഷമി.